എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് BPL മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 16 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നീട്ടി നൽകിയില്ല എങ്കിൽ ഡിസംബർ 16-ന് അത് അവസാനിക്കും. അങ്ങനെയെങ്കിൽ 2 ദിവസം കൂടി മാത്രമാണ് ഓൺലൈനായി BPL മുൻഗണനാ റേഷൻ കാർഡിന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷ നൽകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. 16 വരെയാണ് ഈ അവസരം ഉള്ളത്. മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള 10 ലക്ഷത്തിലേറെ പേരുടെ ഒഴിവുകൾ തുടരുന്നതിനാൽ കേരളത്തിൽ അത് ആശങ്കയാണ്. ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കാൻ കേന്ദ്രം ഭാവിയിൽ നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. നിലവിലുള്ള മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്നതാണ് ഇത്രയും ഒഴിവുകൾ. ഇത് മാത്രമല്ല, അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം നൽകുകയും ഓപ്പറേഷൻ യെല്ലോയിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തതിലൂടെ നിരവധി ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിലുണ്ടായത്. നിരവധി തവണയാണ് ഇതിനകം മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അർഹരുടെ അപേക്ഷ ക്ഷണിച്ചത്. പക്ഷേ ഒഴിവുകൾക്കനുസരിച്ചുള്ള അപേക്ഷ വരാത്തത് കൊണ്ട് തന്നെ ഒഴിവുകൾ നികത്തിയില്ല എങ്കിൽ അത് സംസ്ഥാനത്തിന് തിരിച്ചടിയാകും. ഭക്ഷ്യഭദ്രത നിയമപ്രകാരം കേരളത്തിന് 1.54 കോടി ആകെ ജനസംഖ്യയുടെ 43% പേരെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി കണക്കാക്കി സൗജന്യ റേഷനിൽ ഉൾപ്പെടുത്താനാവുക. ഈ വർഷം മാർച്ചിൽ മസ്റ്ററിംഗ് 1.43 കോടി ആളുകളാണ് ഈ നടപടികളുടെ ഭാഗമായത്. 5.94 അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിലും 35.79 പ്രയോറിറ്റി ഹൗസ് ഹോൾഡേഴ്സ് PHH പിങ്ക് റേഷൻ കാർഡിലുമാണ് ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത്. തുടർന്ന് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചു പോയവരുമായ ആളുകളുടെ വിവരങ്ങൾ തേടി റേഷൻ ഇൻസ്പെക്ടർമാർ താഴെത്തട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം 99.58 പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്ന നിലപാട് ആണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ബാക്കിയുള്ള 10 ലക്ഷത്തിലേറെ പേരുടെ ഒഴിവിന്റെ കാര്യത്തിൽ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മൗനം തുടരുകയാണ്. ഇതിനിടെ 2 ഘട്ടമായി മുൻഗണന ഇതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അർഹരായവർക്ക് പിങ്ക് റേഷൻ കാർഡ് നൽകാൻ അപേക്ഷ ക്ഷണിച്ചെങ്കിലും 70,000 പേര് മാത്രമാണ് സർക്കാർ നടപടി പ്രകാരം അർഹരായി കണ്ടെത്തിയതുള്ളൂ. മാനദണ്ഡങ്ങളിലും അതുപ്രകാരം നൽകുന്ന മാർക്കിലും ഇളവുകൾ നൽകിയിട്ടും ആളുകളെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ അപേക്ഷ നൽകുമ്പോൾ കൂടുതൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചായത്തിൽ നിന്നും BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് എങ്കിൽ പദ്ധതിയിൽ ഉൾപ്പെടാൻ സഹായകരമാകും. മറ്റ് ക്ലേശതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കുക. രോഗികൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി അപേക്ഷിക്കുക. നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകളിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രം വരികയാണ് എങ്കിൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിക്കാത്ത ആളുകളും അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 1 ഏക്കറിലധികം ഭൂമി, 25,000 രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനം, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ആദായ നികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ഇങ്ങനെയുള്ളതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ. ഇതിൽ ഉൾപ്പെടാത്ത എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട്. ഉടനെ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിസംബർ 16 വരെ മാത്രമാണ് അവസരം ഉള്ളത്. അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന് ഇതിലെ സ്ത്രീ അംഗങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് 3 മാസം വാങ്ങാത്ത റേഷൻ കാർഡുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായിട്ട് 3 മാസം റേഷൻ വാങ്ങാത്ത 250ഓളം പേരെയാണ് 2 മാസത്തിനുള്ളിൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ പകുതി വരെ ഉള്ള കണക്ക് ആണ് ഇത്. ജില്ലയിൽ 7,511 പേരാണ് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഇങ്ങനെ പുറത്തായിട്ടുള്ളത് എന്നായിരുന്നു ആദ്യ കണക്ക്. എന്നാൽ പുതിയ കണക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ 7,776 പേരായിട്ട് ഇത് മാറി. റേഷൻ വാങ്ങാത്തവരെ മാത്രമല്ല, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ, സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ, പെൻഷൻകാർ, 25,000 രൂപയ്ക്ക് മുകളിൽ മാസ വരുമാനമുള്ളവർ, വിദേശത്ത് ജോലിയുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരെയൊന്നും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അർഹതയില്ല. ഇത് മറച്ചുവെച്ച് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരും കുടുങ്ങുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ
പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താക്കപ്പെടുന്നവർക്ക് പകരമായിട്ട് അർഹതയുള്ള ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡിൽ നിലനിൽക്കുന്ന ആളുകളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ഓൺലൈൻ അപേക്ഷയാണ് വീണ്ടും ക്ഷണിക്കാനിരിക്കുന്നത്. 3 മാസമായി റേഷൻ വാങ്ങാത്തവരെയാണ് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ കാർഡിൽ തുടരുന്നതിന് വേണ്ടി സാധിക്കും. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടിയാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. 4 വർഷം മുമ്പാണ് സർക്കാർ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത്. 2021 മെയ് മുതൽ അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് പുറത്താക്കൽ. AAY, PHH, NPS അതായത് മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആകെ 79,013 കാർഡുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ PHH പിങ്ക് വിഭാഗത്തിൽ നിന്നും 5,961 പേരെയും AAY മഞ്ഞ റേഷൻ കാർഡിൽ നിന്നും 850 പേരെയും NPS നീല വിഭാഗത്തിൽ നിന്നും 965 പേരെയും ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. മുമ്പത്തേക്കാൾ പരിശോധന ഇപ്പോൾ കുറവാണ്. പരിശോധന ശക്തമാക്കിയാൽ ഇതിലും ഇരട്ടി ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. നേരിട്ടുള്ള പരിശോധന ഇല്ലാത്തതാണ് പരിശോധന കുറയാൻ കാരണം. ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത്. പരാതിപ്പെട്ട ആ വീടുകളിൽ മാത്രമല്ല പരിശോധിക്കുന്നത്, ചുറ്റുപാടുമുള്ള വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.